അസ്സലാമുഅലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ പറയുന്നത് സൺഡേയിലെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ സൺഡേയിൽ ഞാൻ രാവിലെ മുതൽ ഉച്ച വരെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ കിച്ചണിലെ കബോർഡ് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ബട്ടണും കൂടെ പ്രസ് ചെയ്യുക. പിന്നെ വീഡിയോ പറ്റിയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് എഴുതാനായിട്ട് മറക്കരുത്. അപ്പോൾ എന്ത് കമൻറ്റ് ആയാലും നല്ല പോസിറ്റീവാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് നിങ്ങൾ കമൻറ്റായിട്ട് എഴുതുക. പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണണമെങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ വീഡിയോ ഒന്ന് കണ്ടുനോക്കണേ. അപ്പോൾ ഇവിടെ എന്താ രാവിലെ തന്നെ കിച്ചൺ ഇങ്ങനെ നടന്ന് വീഡിയോ എടുക്കുന്നുണ്ടാന്ന് വിചാരിക്കുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ കിച്ചണിൽ നിന്ന് വെപ്പും കൂടിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ കാരണം വെച്ചാൽ നമ്മൾ ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് ഇപ്പോൾ സൺഡേ ആണല്ലോ, ഗ്യാസ് കിട്ടാനും ഒരു വഴിയില്ല. അപ്പോൾ നമ്മൾ പിന്നെ തലേന്ന് മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ദോശയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ ഇനിയിപ്പോൾ ഫ്രിഡ്ജിലേക്ക് വെക്കുക. അപ്പോൾ അന്നത്തെ ഫുഡൊക്കെ നമുക്ക് ഫുള്ള് പുറത്തുനിന്നാക്കാം, അങ്ങനെയുള്ളതിലാണ് കേട്ടോ. അപ്പം ഞാൻ ഗ്യാസ് നമുക്ക് ആരോടെങ്കിലും ചോദിച്ചാലൊക്കെ നമുക്കുള്ള ഗ്യാസ് കിട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ കുഞ്ഞിൻ്റെ പറഞ്ഞു വേണ്ട, ഇന്ന് എന്തായാലും പുറത്തുനിന്നാക്കാം ഫുഡ് എന്നിട്ടാ. അപ്പോൾ മോനിസ് പറഞ്ഞു എന്നാൽ പിന്നെ വീഡിയോ എടുത്തോളിയും വെച്ച് ഗ്യാസ് കഴിഞ്ഞത്തെ ദിവസത്തെ വീഡിയോ എടുത്തോളിയും. മോനിസിന് ഇങ്ങനത്തെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. വീഡിയോ എടുക്കാൻ എനിക്ക് പ്രചോദനം തരുന്ന ആളാണേ. അപ്പോൾ ഞാൻ ശരിയാണ്, അപ്പോൾ ഗ്യാസ് കഴിഞ്ഞ ദിവസത്തെ നമുക്ക് വീഡിയോ എടുക്കല വിചാരിച്ചു. അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ ഇതാ രാവിലെ തന്നെ പിന്നെ മോണ്ടൻക്ക് ട്യൂഷന് പോകുമ്പോൾ തന്നെ അവനക്കുള്ള ഫുഡ് പുറത്തുനിന്ന് വാങ്ങിക്കൊടുത്തു. പിന്നെ അതാ എനിക്കും മോനിസിനുള്ള വെള്ളപ്പം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളപ്പത്തിലേക്ക് കറിയൊന്നും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. അപ്പോൾ തലേന്ന് സാമ്പാറായിരുന്നു. അപ്പോൾ അതന്നെ കൂട്ടിയിട്ട് നമുക്ക് വെള്ളപ്പം കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ എനിക്കുള്ള മോനിസുള്ളത് പിന്നെ കുഞ്ഞിൻ്റെ മോണ്ടന് പുറത്തുനിന്ന് പോകുമ്പോൾ കഴിച്ചിട്ടാണ്. ഇതിപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കുള്ളതാണ്. ഇപ്പോൾ എന്തായാലും നമുക്ക് അന്ന് കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ കിച്ചണിലെ കബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഇപ്പോൾ നനച്ചുള്ളി ഇലക്കല്ലേ വരുന്നത്. അപ്പോൾ കബോർഡുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം തന്നെ ക്ലീൻ ചെയ്യാം. അങ്ങനെ തന്നെ കേട്ടോ ഞാൻ സാധാ ചെയ്യൽ. നമ്മൾ ഈ നനച്ചുള്ളി പണി എടുക്കുന്നത് ക്ലീൻ ആക്കുന്ന ഇടയിൽ കൂടെ ഞാൻ അങ്ങനത്തെ കിച്ചണിലെ കബോർഡും അലമാറ വൃത്തിയാക്കുക അതൊന്നും ചെയ്യില്ല കേട്ടോ. അതൊക്കെ നമുക്ക് ഇങ്ങനെ ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് ഞാനിങ്ങനെ ചെയ്യല കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ പറഞ്ഞു മോനസിനോട് ഇന്ന് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്താൽ കബോർഡൊക്കെ ക്ലീൻ ചെയ്താലോ ചോദിച്ചപ്പോൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. മോൻസ് മദ്രസക്ക് പോകുമ്പോഴൊക്കെ ഞാൻ വന്നിട്ട് ചെയ്യാം, ഞാനും ഉണ്ട് ചെയ്യാൻ. എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ കിച്ചണിലെ ഈ മുകൾ ഭാഗത്തുള്ള കബോർഡില്ലേ 4-6 അപ്പോൾ അതാണ് ഞാൻ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് വല്ലാതെ അങ്ങോട്ട് അലങ്കോലമായിട്ട് കൊടുക്കണമെന്നില്ല. പക്ഷെ നമ്മൾ ഈ കബോർഡിൻ്റെ ഉള്ളിൽ കുറച്ച് അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലൊന്ന് ക്ലീൻ ആക്കാനെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ മോനിസ് വന്നിട്ട് ചെയ്യാൻ തന്നെ വിചാരിച്ചു. അപ്പോൾ അതിന് മുന്നേ മോനിസ് മദ്രസയിട്ട് വരുന്ന മുന്നേ അടിക്കലും തുടക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ഞാൻ മാറാലൊക്കെ ഒന്ന് എല്ലായിടത്തും തട്ടിയിട്ടാണ്. അതിന് ശേഷം ഞാൻ അതപ്പോൾ അടിച്ച് വരാണ്. പിന്നെ ബെഡ്ഷീറ്റ് പിരിക്കലും പുതപ്പ് പരക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നല്ലൊന്ന് വിശദമായിട്ട് അടിച്ച് തരാം കേട്ടോ. എന്നിട്ട് മാറാലേൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ നല്ല അടിച്ച് തരിയിട്ട് തുടക്കാമെന്ന് വിചാരിക്കാം കേട്ടോ. അപ്പോൾ ഗ്യാസ് ഇല്ലയെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ എക്സ്ക്യൂസ്. അടിച്ചേരി തുടക്കുക അങ്ങനത്തെ ക്ലീനിങ് പരിപാടിയിലൊന്നും എക്സ്ക്യൂസ് ഒന്നുമില്ല കേട്ടോ. എക്സ്ക്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. നമ്മളിപ്പോൾ അടിച്ചേരി തുടച്ചില്ല വെച്ചിട്ട് ആരും ചോദിക്കാനൊന്നുമില്ല. പക്ഷേ നമുക്കത് മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ ക്ലീൻ ആക്കാതെ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ വീട് അടിച്ചേരി തുടച്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ അല്ല നമുക്കൊരു സമാധാനം കിട്ടാം. അപ്പോൾ ഒരു ദിവസം അത് ചെയ്യാതെ മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് പിറ്റേന്ന് ഇരട്ടി പണിയാവും ചെയ്യും. നമുക്ക് അങ്ങനെ ഇരിക്കാൻ തോന്നില്ലല്ലോ. അങ്ങനെയൊക്കെ
അങ്ങനത്തെ ഇപ്പോൾ അടിക്കലും തുടക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിച്ചണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. കിച്ചൺ തുടച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ മുന്നേ കബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കിച്ചൺ തുടക്കുക എന്നുള്ളത്. അപ്പോൾ അതിൽ മോൻസ് മദ്രസ ഇട്ട് വന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി. അപ്പോൾ അവന് മദ്രസയിലേക്ക് പോകുമ്പോൾ ഒരു അപ്പം തിന്നിട്ട് പോയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അവൻ വന്നതിന് ശേഷം ഞങ്ങൾ രണ്ടാമത് ചായയൊക്കെ കുടിച്ചു. ഇനിയിപ്പോൾ ഇതാ പിന്നെ ക്ലീനിങ് പരിപാടിയൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ കിച്ചണിലെ മാറാലൊക്കെ ഞാൻ തട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ മേലുള്ള പാത്രം ഉണ്ടായിരുന്നു, അതൊക്കെ മോനിസ് ഇങ്ങോട്ട് ഇറക്കി വെക്കുകയാണ്. അപ്പോൾ അവിടെ ഞാനൊരു നമ്മൾ കുട്ടികളുടെ പുസ്തകമൊക്കെ ചട്ടിടുന്ന ചട്ടില്ലേ, അതങ്ങനെ വിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലൊക്കെ നല്ല പൊടി ഉണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റാണ്. അപ്പോൾ മാറ്റിന് ശേഷം അവിടെ വേറെ പിരിക്കാന്നുള്ളതിൽ അതൊക്കെ എടുത്ത് ഒഴിവാക്കി. ഇനിയിപ്പോൾ ഇതാ ഞാൻ കബോർഡിൻ്റെ ഉള്ളിലുള്ള ഓരോ പാത്രങ്ങളും സാധനങ്ങളൊക്കെ എടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ കബോർഡ് തന്നെ ഫുള്ള് ഗ്ലാസ് ആണ് കേട്ടോ. നമ്മളെ പിന്നെ ഗ്ലാസ് ഐറ്റംസ് ആണ്. അപ്പോൾ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം കുടിക്കുന്ന ജ്യൂസ് എടുക്കുന്ന ജ്യൂസ് ഗ്ലാസ്സുകൾ അങ്ങനത്തതൊക്കെ. അപ്പോൾ ഇതൊക്കെ എടുത്ത് പുറത്ത് വെക്കുന്ന ടൈമിൽ ഞാൻ മോനിസിന് പറഞ്ഞ് ഈ ഭാഗം വെച്ച് വൃത്തിയാക്കിക്കൊണ്ട്, കാരണം ഗ്ലാസ് പൊട്ടുന്ന ഐറ്റംസ് അല്ലേ, അപ്പം വെച്ച് ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ടെന്നുള്ളതിൽ. അപ്പോൾ അവൻ പറഞ്ഞ് വേണ്ട വെച്ച് ഞാനിങ്ങനെ ഓരോന്ന് തുടച്ചരാറുണ്ട്. അങ്ങനെ അവന് ഞാനിവിടെ കബോർഡിൻ്റെ ഉള്ളിലൊക്കെ തുടക്കുമ്പോഴത്തേന് ഗ്ലാസ് ഇങ്ങനെ ഓരോന്നെടുത്ത് തുടച്ചിട്ട് അവിടെ വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് പൊട്ടുമെന്നുള്ള ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു, കയ്യിൽ തട്ടുമെന്നുള്ള. പക്ഷേ അവൻ പറഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഓൻ തന്നെയാണ് പിന്നെ ഗ്ലാസ് ഫുള്ളും തുടച്ചെടുത്ത് ഉണങ്ങിയ ഒരു ക്ലോത്ത് വെച്ചിട്ട് അവിടെ തുടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കബോർഡിൻ്റെ ഉള്ളിൽ തുടക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഹാൻഡ് വാഷ് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2-3 ഡ്രോപ്സ് ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ അത് നിറയെ വെള്ളം എടുത്തിട്ട് നല്ല ഒന്ന് മുക്കി പിഴിഞ്ഞ് തുടയ്ക്കാൻ കേട്ടോ. അപ്പോൾ നല്ല പിഴിഞ്ഞിട്ട് തന്നെയാണ് തുടച്ചെടുക്കുന്നത്. നല്ല പൊടിയും കാര്യങ്ങളൊക്കെ പോരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നല്ല ഉണങ്ങിയ ക്ലോത്ത് വെച്ചിട്ട് ഒന്ന് തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണങ്ങിയ ഉടനെ അതൊക്കെ ഗ്ലാസും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാൻ അപ്പം തന്നെ എടുത്ത് വെക്കാനുള്ളതാണല്ലോ. അപ്പോൾ ഞാൻ ഉണങ്ങിയ ക്ലോത്ത് വെച്ചിട്ടും കൂടി തുടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്ലാസ്സൊക്കെ തുടക്കുന്ന ടൈമിൽ മോനിസ് ക്യാമറൻ്റെ മുന്നിൽ വന്നിട്ട് എന്തൊക്കെയോ കോസ്റ്റൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ കുറേ കട്ട് ചെയ്ത് ഒഴിവാക്കിയിരിക്കണേ. ഇനിയിപ്പോൾ ഞാൻ നല്ല ഉണങ്ങിയ ക്ലോത്ത് വെച്ചിട്ട് ഇതുപോലെ വൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും മോൻസ് ഗ്ലാസ്സുകളൊക്കെ തുടച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അപ്പം തന്നെ കബോർഡിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെച്ചിട്ടാണ് ഗ്ലാസ്സുകളൊക്കെ. അതിന് ശേഷമാണ് നമ്മൾ മറ്റുള്ള കബോർഡൊക്കെ ക്ലീൻ ആക്കാനായിട്ട് നിന്നത്. ഇനിയിപ്പോൾ ഞാൻ മറ്റുള്ള കബോർഡ് സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് പുറത്തൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ ക്ലീനാക്കി തുടച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് ഉണങ്ങിയിട്ടാണ് കേട്ടോ എല്ലാതും വെക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ മുഴുവനായിട്ടൊന്നും വീഡിയോ എടുക്കാൻ നിന്നില്ല കേട്ടോ. അങ്ങനെ ക്ലീൻ ആക്കണമെന്നും മുഴുവനാക്കി എടുത്തിട്ടില്ല. ഇപ്പോൾ ഞാൻ ഈ രണ്ടാമത്തെ കബോർഡ് ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പേപ്പർ വിരിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പേപ്പർ വിരിച്ചിട്ട് അതിൻ്റെ മേലേക്കാണ് പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ മേലെ ജഗ്ഗുകൾ പിന്നെ മിക്സിയുടെ നമ്മൾ ജ്യൂസ് അടിക്കുന്ന ജാറിൽ അതൊക്കെയാണ് ഞാൻ മേലത്തെ കള്ളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ നല്ല തുടച്ചിട്ട് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ അതിൻ്റെ താഴെയുള്ളതിൽ ഈ പാത്രങ്ങൾ വെച്ച് കൊടുത്തു. പിന്നെ ഇതാ അടുത്ത കബോർഡിൽ ഈ 2 തട്ടിലായിട്ടാണ് കേട്ടോ നമ്മൾ പിന്നെ കടല, ചെറുപയർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വെക്കൽ. ഇവിടെ നിന്നാകുമ്പോൾ നമുക്ക് കബോർഡിൽ നിന്ന് പെട്ടെന്ന് രാത്രി വെള്ളത്തിലിടാനും ഒക്കെ എളുപ്പം ഇങ്ങനെ എടുക്കുമ്പോൾ കേട്ടോ. സ്റ്റോർ റൂമിൽ നിന്ന് എടുക്കുന്നതിനെക്കാളും എനിക്ക് എളുപ്പം ഇവിടെ നിന്ന് എടുക്കാനായിട്ട്. അപ്പോൾ മേലത്തെ തട്ടിൽ ഇതുപോലെ 2-3 പിന്നെ എന്താ പറയുക നമ്മുടെ തൈരില്ലേ, മിൽക്കി മിസ്റ്റിൻ്റെ തൈരിൻ്റെ ബോട്ടിലുണ്ട്. അതിൽ ഞാൻ ഒന്നിൽ പിന്നെ നമ്മളെന്താ പറയുക പൊടിയരി അങ്ങനത്തെ കാര്യങ്ങൾ ഇട്ടിച്ചിരിക്കണ്. പിന്നെ ഒന്നിൽ നമ്മളെ മക്രോണി ഉണ്ട്. അങ്ങനെയൊക്കെ ഇട്ട് കണ്ട് ഞാൻ മൂലയൊക്കെ എടുത്ത് വെച്ചാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ കോൺഫ്ലവർ ഉണ്ട് ഒരു ബോട്ടിൽ, പിന്നെ ചായപ്പൊടി, കാപ്പിപ്പൊടി അങ്ങനെയൊക്കെ. പിന്നെ ഈ ബോട്ടിൽ ഞാൻ കുറച്ച് നമ്മളെ കയ്പ എന്ന് പറഞ്ഞാൽ അത് ഉണക്കിയതായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഉണ്ട്. അപ്പോൾ ഈ കോൺഫ്ലവർ, പൊടിയരി, മക്രോണി അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ എന്നും എടുക്കില്ലല്ലോ. അപ്പോൾ അത് ഞാൻ കുറച്ച് ബാക്കിലേക്ക് നമ്മൾ ഇതിൻ്റെ ബാക്കൊക്കെ വെച്ചു. പിന്നെ കോഫി പൗഡറും ചായപ്പൊടിയൊക്കെ ഞാൻ ഫ്രണ്ടൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അതും നമ്മൾ സ്ഥിരം എടുക്കണതൊന്നുമല്ല കേട്ടോ. നമ്മൾ ലൂസായി എടുക്കണ വേറെ ഉണ്ടല്ലോ ബോട്ടിൽ. അപ്പോൾ അത് കഴിയുമ്പോഴേ ഇതിൽ നിന്ന് എടുക്കുള്ളൂ. അതും ഞാൻ ആ മേലത്തെ തട്ടിൽ തന്നെ കേട്ടോ വെച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ താഴെയുള്ള തട്ടിലാണ് നമ്മൾ ചെറുപയർ, കടല അങ്ങനത്തെ ഒക്കെ വെക്കണേ. ഇനിയിപ്പോൾ അതാ ഞാൻ നമ്മൾ മൊബൈലിൻ്റെ ബോക്സ് ഇല്ലേ, ആ ബോക്സ് ഞാൻ അതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലൊക്കെ കേട്ടോ ഞാൻ പിന്നെ ഉഴുന്ന്, കടല, ചെറുപയർ ഇതൊക്കെ വെക്കണത്. അപ്പോൾ നമ്മൾ താഴെ വെക്കണ ബോട്ടിലിനെക്കാട്ടി ഒന്ന് പൊന്തിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാണാനൊക്കെ പറ്റും. അപ്പോൾ ചെറുപയറും കടലൊക്കെ ആയാൽ തന്നെ നമ്മൾക്ക് കഴിയാണെങ്കിലും അതിങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. എത്ര ഉണ്ട് നമ്മൾ എടുത്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. കഴിയാനായാലും നമ്മൾക്കിങ്ങനെ നോക്കുമ്പോൾ തന്നെ മനസ്സിലായിക്കോളും. അങ്ങനെയൊക്കെ. ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ താഴെ തട്ടിലായിട്ട് നമ്മൾ മൺപയർ, പിന്നെ എന്താ പറയുക സോഡാപ്പൊടി, പിന്നെ ചിക്കൻ മസാലൻ്റെ പൊടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. അതിപ്പോൾ ഞാൻ ഫസ്റ്റത്തെ ഇതിലിങ്ങനെ 4 ബോട്ടിലാട്ടോ വെച്ചിങ്ങനെ 4 ബോട്ടിൽ അവിടെ പോവുള്ളൂ കേട്ടോ. 5ാമത്തെ ബോട്ടിൽ അവിടെ വെക്കാനുള്ള ഗ്യാപ്പില്ല കേട്ടോ. അപ്പോൾ ഞാൻ 4 ബോട്ടിൽ വെച്ചിട്ട് പിന്നത്തിൽ ഞാൻ 3 വെച്ചിട്ട് ഒന്നും കൂടെ അവിടെ വെക്കാനുള്ള ഗ്യാപ്പുണ്ട്. പക്ഷേ അത് നമ്മൾ കുരുമുളക് ഇട്ടിരുന്ന ബോട്ടിലാണ്. കുരുമുളക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉള്ളത് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുരുമുളക് അവിടെ ഫില്ലാക്കിയിട്ട് അവിടെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ മറ്റേ ബോട്ടിലൊക്കെ പട്ട, ഗ്രാമ്പു, ഏലക്കായൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് എപ്പോഴും ആവശ്യമുള്ള സംഭവമൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ അത് ഫ്രണ്ടിൽ തന്നെ വെച്ചു. ഇനിയിപ്പോൾ അത് സംസംബളത്തിൻ്റെ ഒരു ബോട്ടിൽ കുറച്ച് സംസം വെള്ളം ഉണ്ടായിരുന്നേ, അതും കൂടെ ഞാൻ ആ മൂലയിൽ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്.
ഇനിയിപ്പോൾ അടുത്ത കബോർഡ് നമുക്ക് വൃത്തിയാക്കട്ടെ. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ കേക്കിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നോസിൽസ്, പിന്നെ അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീം ആക്കണ പൈപ്പിംഗ് ബാഗില്ല അത്, പിന്നെ ബട്ടർ പേപ്പർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഒരു ബോക്സിലാക്കിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അതുപോലെ തന്നെ ഒന്ന് പൊടിയൊക്കെ തട്ടിക്കാണ്ട് അങ്ങോട്ട് തന്നെ വെച്ച് കൊടുത്തു. പിന്നെ ഞാൻ കുറച്ച് ഇങ്ങനെ അല്ലറ ചില്ലറ സാധനം ഇങ്ങനെ പരന്ന് കിടന്നിട്ട് ആ കബോർഡിൽ അതെല്ലാം കൂടി എടുത്തുകൊണ്ട് ഞാൻ ഒരു ബോക്സിലാക്കി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സ്ക്രൂ ഡ്രൈവർ, പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ, അതേപോലെ തന്നെ കട്ടിംഗ് പ്ലെയർ, അങ്ങനത്തെ 1-2 കാര്യങ്ങളൊക്കെ എനിക്ക് കിച്ചണിൽ എപ്പോഴും ആവശ്യമുള്ള സംഭവങ്ങൾ കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കറിൻ്റെ ഒക്കെ ഇത് ടൈറ്റാക്കി കൊടുക്കാൻ സ്ക്രൂ ഡ്രൈവർ, അതേപോലെ തന്നെ നമ്മൾ സിങ്കിൻ്റെ പൈപ്പിൽ എപ്പോഴും വെള്ളം സ്പീഡ് കുറയിട്ടാണ്. അപ്പോൾ ഞാൻ കട്ടിംഗ് പ്ലെയർ എടുത്തിട്ട് അതൊന്ന് തുറന്നിട്ട് ക്ലീൻ ആക്കി കൊടുക്കലുണ്ട്. അപ്പോൾ കട്ടിംഗ് പ്ലെയറൊക്കെ എനിക്ക് എപ്പോഴും ആവശ്യമാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഒരു ബോക്സിലാക്കി കണ്ട് വെച്ചിട്ടുണ്ട്. ആദ്യം ബോക്സിലൊന്നല്ലേ എന്നിട്ട് ആ കബോർഡിൽ ഇങ്ങനെ പരന്ന് കിടക്കുന്നു. അപ്പോൾ അതൊക്കെ ഒരു ബോക്സിലാക്കി സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന കേക്കിൻ്റെ എല്ലാ സാധനങ്ങളും, അതുപോലെ ടേൺ ടേബിൾ, പിന്നെ ബ്ലെൻഡർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ആ കബോർഡിലിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാൻ കബോർഡ് മൊത്തത്തിൽ പുറത്തുനിന്നൊന്ന് തുടച്ചിട്ട. അപ്പോൾ കബോർഡിൻ്റെ മേൽഭാഗത്ത് നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ നല്ലൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അവിടെ ഇതുപോലെ റോളൊക്കെ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം വിരിച്ചിരുന്ന റോളില്ലേ, അതേ മോഡൽ അതേപോലെ തന്നെയാണ് പിന്നെയും വിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ ബോക്സ്, നമ്മളെ ബിരിയാണി പോട്ടിൻ്റെ ബോക്സൊക്കെ ഇല്ലേ, അതൊക്കെ മേലൊക്കെ കയറ്റി വെച്ചു. അപ്പോൾ ഈ ടൈമിലൊക്കെ മൂന്നിസിൻ്റെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. എല്ലാം തുടച്ചു തരാനും ചെയ്യാനൊക്കെ നല്ല ഉഷാറിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കബോർഡ് ക്ലീൻ ആക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞത്. എല്ലാം തുടച്ച് ക്ലീനാക്കി. അപ്പോൾ നമ്മൾ കബോർഡിൻ്റെ ഉള്ളിൽ സംഭവം അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് അങ്ങനെ ചേഞ്ച് ഒന്നും വരുത്തിയിട്ടില്ല കേട്ടോ. ആദ്യത്തെ പോലെ തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒന്ന് നമ്മൾ പൊടി തട്ട് ക്ലീനാക്കി അങ്ങനെ വൃത്തിയാക്കി വെച്ചെന്നുള്ളൂ. പിന്നെ 1-2 സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചേഞ്ച് ആക്കി വെച്ചു, അത്ര തന്നെ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ നമ്മൾ അതുപോലെ തന്നെ ചെയ്ത് ഒന്ന് ക്ലീനാക്കി എടുത്തുന്നുള്ളൂ. അപ്പോൾ ഈ കബോർഡിൽ നമ്മൾ ടേൺ ടേബിളൊക്കെ ആ മൂലയിലാണല്ലോ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നത്. കേക്കിൻ്റെ ഐറ്റംസൊക്കെ മൂലയിലായി വെച്ചിരുന്നത്. പക്ഷേ അതങ്ങനെ വെച്ചപ്പോൾ നമ്മൾ ആ ബോക്സ് ഉണ്ടായതുകൊണ്ട് കബോർഡിൻ്റെ ഡോറ് അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ, ആ ടേൺ ടേബിളിൻ്റെ. അപ്പോൾ അതൊന്ന് ഞാൻ ഈ ഭാഗത്തേക്ക് വെച്ചിട്ട് അടച്ചു നോക്കിയപ്പോൾ പിന്നെ അടക്കാൻ പറ്റി. അപ്പോൾ അങ്ങനെ ആക്കി. അപ്പോൾ നമ്മൾ കബോർഡ് ക്ലീനിങ് പരിപാടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ കുളി കാര്യങ്ങളൊക്കെ നിസ്കാരമൊക്കെ കഴിയുമ്പോഴത്തേന് കുഞ്ഞിൻ്റെ പിന്നെ ഫുഡ് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ബിരിയാണിയാണ് കേട്ടോ കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ ബിരിയാണിയൊക്കെ ഞങ്ങൾ 4 പേരും കഴിച്ചു. പിന്നെ നമുക്ക് രാത്രിയിലേക്കുള്ള ഫുഡ് പിന്നെ ഞങ്ങൾ പുറത്ത് പോയിട്ടാട്ടോ കഴിച്ചിട്ടുണ്ടായത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഇത്രയൊക്കെ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് എന്തായാലും ലൈക്ക് ചെയ്യട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുമായി കാണുന്നവരെ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.